ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റാഗി സൂപ്പാണിത്, പഞ്ഞപ്പുല്ല് സൂപ്പ്. ഇതിപ്പോൾ ചിക്കൻ ചേർത്താണ് ചെയ്തെടുക്കുന്നത്. ചിക്കൻ ചേർക്കാതെയും വെജിറ്റബിൾ മാത്രമായിട്ട് ഇതേ രീതിയിൽ ചെയ്തെടുത്താൽ മതി. ചിക്കന് പകരമായിട്ട് മഷ്റൂം, കൂണുണ്ടല്ലോ, അത് ചേർത്തായാലും ഇതേ രീതിയിൽ ചെയ്തെടുക്കാം. സാധാരണ ചേർക്കുന്നതിൽ ഒരു പൊടിയൂടെ കൂടുതൽ ചേർത്തുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ നമുക്ക് കൂട്ടിയെടുക്കാം. ഇതേ അളവ് ചെയ്തെടുക്കാനായിട്ട് വെള്ളത്തിൻ്റെയും പൊടിയുടെയൊക്കെ അളവ് വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ടെന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. ഇനി ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. മീഡിയം സൈസ് 2 തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം. ഇതുപോലെ വെള്ളത്തിലിട്ടൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കണം. അതിൻ്റെ തൊലിയൊന്ന് പൊട്ടി വരും. ഇത് പുളി അല്പം കുറവായിട്ടുള്ള തക്കാളിയാണ്, അതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള തക്കാളിയാണെങ്കിൽ പഴുത്തത് 1 എടുത്താൽ മതിയായിരിക്കും. മൊന്ത പോലെ കുഴിഞ്ഞ പാത്രത്തിൽ നേർക്ക വെള്ളം ഒഴിച്ചാൽ ഇത്രയും സമയം കൂടി എടുക്കത്തില്ല. പെട്ടെന്ന് ഇത് വെന്തിട്ട് തൊലി പൊട്ടി വരും. ഇത് നിങ്ങളെ കാണിക്കാൻ ഒരു സൗകര്യത്തിന് വേണ്ടി മാത്രമേ ഇത്രയും വലിപ്പമുള്ളൊരു പാത്രം എടുത്തന്നേ ഉള്ളേ. അതുപോലെ മൈക്രോവേവിൽ വെക്കുവാണെങ്കിൽ ആ ഞെടുപ്പ് പോലുള്ള ഭാഗം ചെത്തിട്ട് വെച്ചാൽ മതി. ഒരു 2 മിനിറ്റ് ഹൈ പവർ വെച്ചാൽ മതി. പെട്ടെന്ന് ഇത് വെന്ത് വരികയും ചെയ്യും. ഇത് തൊലി പൊട്ടിയിട്ടുണ്ട്. ഇതെല്ലാം മാറ്റി നന്നായിട്ട് ആറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. വീണ്ടും ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഒരല്പം ബട്ടർ ചേർക്കാം. ബട്ടറിൽ സൂപ്പ് വെക്കുന്നതാണ് നല്ല ടേസ്റ്റ്. ഒരല്പം ചേർത്താൽ മതി. ഇനി ആദ്യമേ തന്നെ ചേർക്കുന്നത് ചിക്കനാണ്. വളരെ ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇത് അരിഞ്ഞതിന് ശേഷം ഏകദേശം 1 തവിയോളം ഉണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. ഇനി ബട്ടറിലൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ പറഞ്ഞുവല്ലോ, ചിക്കന് പകരമായിട്ട് മഷ്റൂം ചേർക്കാം. മഷ്റൂം ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആദ്യമേ ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. പച്ചക്കറിയുടെ കൂട്ടത്തിൽ തന്നെ ഇട്ട് വഴറ്റിയെടുത്താൽ മതി. ചിക്കൻ ആണെങ്കിൽ ആദ്യമേ തന്നെ ബട്ടറിൻ്റെ കൂടെ വഴറ്റിയെടുക്കുക. അടിക്ക് പിടിക്കാതെ ചെറിയ തീയിൽ തന്നെ ഇളക്കി കൊടുക്കുക. ചിക്കൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ബട്ടറിന് പകരമായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാവുന്നതാണ്. വളരെ കുറച്ചൊഴിക്കാം. ചിക്കൻ 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി സവാളയാണ് ചേർക്കുന്നത്. വളരെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ സവാള, ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. സവാള ഇട്ട് ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമില്ല. ആ പച്ച കുത്ത് ടേസ്റ്റ് ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. ആ സവാളയുടെ കളർ ഒന്ന് മാറി വാടിയാൽ മാത്രം മതി. കൂടെ ആ ചിക്കൻ ബാക്കിയൂടെ വേകാനുണ്ട്, അതുകൂടെ അങ്ങ് വെന്തോളും. സവാള മാത്രമേ ഉള്ളൂ ഇത്ര നേരം ഇട്ടൊന്ന് വഴറ്റുന്നത്. ബാക്കി പച്ചക്കറികളൊന്നും അധികം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. സൂപ്പിന് ഒരുപാടൊന്നും പച്ചക്കറികളൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. മഷ്റൂമാണ് ചേർക്കുന്നതെങ്കിൽ ആദ്യമേ തന്നെ സവാള ഇട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം മഷ്റൂമും ബാക്കി വെജിറ്റബിളും ചേർക്കുക. സവാള ആയിട്ടുണ്ട്. ഇനി പച്ചക്കറികളിൽ ചേർക്കാം. 1/2 കപ്പോളം ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എളുപ്പമുള്ള ബീൻസ് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ക്യാരറ്റ് 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ചേർക്കുക. ഇതിന് തീ ഒന്ന് കുറച്ചിട്ടതിന് ശേഷം നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ആ ബട്ടറിനകത്തൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മാത്രം മതി. ഇനിയും കാബേജ് ചേർക്കാനുണ്ട്. കാബേജ് വളരെ കനം കുറഞ്ഞാണ് അരിഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് ഈ വെജിറ്റബിൾ ഒന്ന് വഴറ്റിയതിന് ശേഷം കാബേജ് ചേർക്കുന്നത്. ഇനി കാബേജ് കൂടെ ചേർക്കാം. കാബേജ് നിങ്ങൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് കനത്തിലാണെന്നുണ്ടെങ്കിൽ ആ ബീൻസിൻ്റെ കൂടെ തന്നെ അങ്ങ് ചേർത്ത് വഴറ്റിയെടുത്താൽ മതി. ബ്രൊക്കോളി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ബ്രൊക്കോളിയും കനം കുറഞ്ഞരിഞ്ഞത് ചേർക്കുക. ഇതെല്ലാം നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം ചേർക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നീളമുള്ള ഗ്ലാസ് ഉണ്ടല്ലോ വെള്ളം കുടിക്കുന്നത്, അതിന് 3 ഗ്ലാസ്സാണ് മൊത്തത്തിൽ ഒഴിക്കേണ്ടത്. അതിൽ 2.5 ഗ്ലാസ് ഇപ്പോൾ വെള്ളം ചേർക്കുകയാണ്. ഇനി ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇതിന് തിളപ്പിച്ച് വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാകത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ചേർക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി നല്ലവണ്ണം ഇത് വെട്ടി തിളയ്ക്കാനായിട്ട് വിടണം. ആ സമയം കൊണ്ട് ഒരു 2 കാര്യം ചെയ്ത് വയ്ക്കാനുണ്ട്, അത് ചെയ്യാം. ആ തക്കാളി നല്ലവണ്ണം ആറിയതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ടുണ്ട്. ആ ഞെടുപ്പ് വരുന്ന ഭാഗത്തെ ആ കട്ടിയുള്ള ഭാഗമുണ്ടല്ലോ, അതുകൂടി ഒന്ന് ചെത്തി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിനകത്തോട്ടിടാം. ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുത്തുകൊണ്ട് വരാനായിട്ട്. കട്ടയൊന്നും ഇല്ലാതെ അരച്ചെടുക്കണം. ആ കുരുവൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടും. അധികം പുളിയില്ലാത്ത തക്കാളി എടുക്കാനായിട്ട് നോക്കണം. നല്ല സ്മൂത്തായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്.
ഇതിനി അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി രണ്ടാമത് ചെയ്യേണ്ടത്, ഞാനിവിടെ റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. പഞ്ഞപ്പുല്ലിൻ്റെ പൗഡറാണ്. വീട്ടിലെ പൊടിപ്പിച്ചിട്ട് ഞാനിത് വറുത്ത് വെച്ചാണ്. കുറേ നാൾ ഇരിക്കാൻ വേണ്ടി നമ്മൾ വറുത്ത് വെക്കില്ല, അതുപോലെ വറുത്ത് വെച്ചാണ്. വറുത്തതോ വറുക്കാത്തതോ എടുക്കാം. ഞാനിവിടെ ഒരു 5 സ്പൂണാണ്, ഈ ഒരളവിൽ ഒരു 5 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. ഈ സമയത്ത് വെജിറ്റബിളൊക്കെ നല്ലോണം വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട്. സൂപ്പിന് വെജിറ്റബിളൊന്നും ഒരുപാട് വെന്ത് വരേണ്ട ആവശ്യമില്ല. ചിലർക്ക് പകുതി വെന്താൽ മതി, ചിലർക്ക് അത് 1/4 വേകുന്നതാണ് ഇഷ്ടം. നിങ്ങളുടെ പാകത്തിന് വെന്തോന്ന് ഒരു ക്യാരറ്റോ ഒരു ബീൻസോ എടുത്തൊന്ന് കടിച്ച് നോക്കി പാകത്തിനായെങ്കിൽ മാത്രം ഈ പൊടി കലക്കി വെച്ചിരിക്കുന്നത് ചേർക്കാം. ഇനി ഇതിലൊഴിക്കാൻ പോവാണേ. തീ ഒന്നല്പം കുറച്ച് വെച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് കലക്കി ഒഴിക്കാം. ഒഴിച്ചുടനെ തന്നെ നല്ലവണ്ണം ഒന്ന് ചേർത്തടക്കുക. ഇനി ഇതിൽ ചേർക്കുന്നത് വെളുത്തുള്ളിയുടെ പൊടിയാണ് ചേർക്കുന്നത്. വെളുത്തുള്ളി പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത ഉടനെ തന്നെ ചെറുതായിട്ട് കൊത്തി എറിഞ്ഞ് 1 സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് വഴറ്റിയിട്ട് വേണം ചിക്കൻ ചേർക്കാനായിട്ട്. വെളുത്തുള്ളിയുടെ തൊലി കളയാതെ തന്നെ വളരെ ഈസി ആയിട്ട് പൊടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ മുന്നേ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് മേളിൽ കൊടുത്തേക്കാം. വില കുറവുള്ള സമയത്തൊക്കെ ഇതുപോലെ പൊടിയാക്കി വെച്ചാൽ മതി. തോരനും മെഴുക്ക് പുരട്ടിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇതുപോലുള്ള റെസിപ്പിക്കും. വെളുത്തുള്ളി പൊടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർക്കേണ്ടത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയാണ്. തക്കാളി നമ്മുടെ പുളിക്കനുസരിച്ച് ചേർക്കുക. കുറേശ്ശെ ചേർത്ത് മിക്സ് ആക്കിയതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഞാനിവിടെ 1 സ്പൂൺ ബാക്കി വെച്ചിട്ടുണ്ട്. അത് വേസ്റ്റൊന്നും ആകത്തില്ല. നമ്മൾ വേറെ കറികളൊക്കെ ഉണ്ടാക്കുന്ന അതിൽ ഒഴിച്ചാൽ മതി. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേന് കുറേശ്ശായിട്ട് കുറുകാനായിട്ട് തുടങ്ങും. റാഗിപ്പൊടി ആയത് കാരണം ഇനി പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. സൈഡ് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. സൈഡ് ഇങ്ങനെ തിള വരാൻ തുടങ്ങിയതിന് ശേഷം 1 മിനിറ്റിനുള്ളിൽ ഇത് വെന്ത് വരും. കുറച്ച് തിക്കാവും. ആ സൂപ്പിൻ്റെ പരുവത്തിലായിട്ടുണ്ട്. ഒരുപാട് ഇത് കട്ടിക്കൊന്നും ആകത്തില്ല. നമ്മളിത് കറക്റ്റ് പരുവത്തിലാണ് പൊടിയും വെള്ളവും എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ സൂപ്പിൻ്റെ പരുവത്തിൽ തിക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കാം, മല്ലിയില ചേർക്കാം. മല്ലിയില വേണ്ട എന്നുള്ളവർക്ക് അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ അതിൽ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട്. ഇതൊരല്പം പെരിഞ്ചീരകം മാത്രമായിട്ട് പൊടിച്ച പൊടിയാണ്. പ്രത്യേകിച്ച് ചിക്കനോടുള്ളപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിനകത്ത്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഈ ചേർത്ത ടേസ്റ്റ് കുറയത്തൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. ഇതെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റിയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നുപോലെ. താങ്ക്സ് ഫോർ വാച്ചിങ്.